Medea is a play by Seneca. So let us tell something about Seneca first. His full name is Lucius Annius Seneca, and he is known as Seneca the Younger. And ഒരു റോമൻ ഫിലോസഫറാണ്, പ്ലേ റൈറ്റ് ആണ്, സ്റ്റേറ്റ്സ്മാൻ ആണ്. ആൻഡ് ഹി വാസ് ബോൺ അറൗണ്ട് 4 BC ഇൻ കൊർഡുബ മോഡേൺ ഡേ സ്പെയിനിലാണ്, ഇപ്പോൾ സ്പെയിനിലാണ് ഉള്ളത്. ഹി ബിക്കേം വൺ ഓഫ് ദി ലീഡിങ് ഫിഗേഴ്സ് ഓഫ് സ്റ്റോയിക് ഫിലോസഫി. സ്റ്റോയിക് ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൽഫ് കൺട്രോള്, വിസ്ഡം, ഫെയ്റ്റ് ആൻഡ് അക്സെപ്റ്റൻസ്, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഫിലോസഫിയാണ് സ്റ്റോയിക് ഫിലോസഫി. ആൻഡ് ഈ ഒരു സ്റ്റോയിക് ഫിലോസഫിയിലെ വൺ ഓഫ് ദി ലീഡിങ് ഫിഗേഴ്സ് ആയിരുന്നു സെനക്ക എന്ന് പറയുന്നത്. ആൻഡ് ഹി ലേറ്റർ മൂവ് ടു റോം, ആൻഡ് അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ റൈറ്റർ എന്നുള്ള ഫെയിമൊക്കെ കിട്ടുന്നത്. ഇതിനുശേഷം എംപറർ നീറോയുടെ അഡ്വൈസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് എന്നിരുന്നാൽ കൂടിയും ഈ ഒരു നീറോയായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിലൊന്നും അല്ല പോയത്. ഇത് ബിക്കം ഡേഞ്ചറസ് ആയി. ആൻഡ് 65 CE എംപററിന് എഗെയിൻസ്റ്റായിട്ട് ഉള്ള രാജ്യദ്രോഹം പോലുള്ള കുറ്റം ചുമത്തപ്പെട്ടു ആൻഡ് വാസ് ഫോഴ്സ്ഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. സെനക്ക ഒരുപാട് ഫിലോസഫിക്കൽ വർക്ക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഓൺ ദ ഷോർട്ട്നെസ് ഓഫ് ലൈഫ്, ലെറ്റേഴ്സ് ടു ലുസിലിയസ് ആൻഡ് ഓൺ ആങ്കർ. അപ്പോൾ അതിലൊക്കെ കാണാൻ പറ്റുന്നതാണ് ഹി എംഫസൈസ്ഡ് കാംനെസ്, സിംപ്ലിസിറ്റി ആൻഡ് മോറൽ സ്ട്രെങ്ത്. ഇദ്ദേഹം ഒരുപാട് പവർഫുൾ ട്രാജഡീസും എഴുതിയിട്ടുണ്ട്, ലൈക്ക് മെഡിയ ആൻഡ് തെസ്റ്റസ്. ഈ വർക്ക്സിലൊക്കെ തന്നെ ഇദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്ന് പറയുമ്പോൾ റിവെഞ്ച്, ഫെയ്റ്റ് ആൻഡ് ഹ്യൂമൻ ഇമോഷൻ. ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് സ്റ്റിൽ ഇൻഫ്ലുവൻസിങ് ആണ്. ഇപ്പോഴത്തെ മോഡേൺ തിങ്കേഴ്സും റൈറ്റേഴ്സും പോലും ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. സെനക്കയുടെ ഫിലോസഫി എന്താ ടീച്ച് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് പീപ്പിൾ ഷുഡ് കൺട്രോൾ ദെയർ ഇമോഷൻ, സിമ്പിളായിട്ട് ലിവ് ചെയ്യുക, അതുപോലെ തന്നെ ലൈഫിൻ്റെ ഡിഫിക്കൽട്ടിയെ കറേജ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഇന്നത്തെ കാലത്തും റെലവൻ്റ് ആണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് വൈസായിട്ട് പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫ് ലിവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഗൈഡൻസും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ്. ആൻഡ് ഹി ഈസ് റിമെമ്പേർഡ് ആസ് വൺ ഓഫ് ദി റോംസ് ഗ്രേറ്റസ്റ്റ് ഫിലോസഫേഴ്സ് ആൻഡ് പ്ലേ റൈറ്റ്. റോമിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിലോസഫർ ആൻഡ് പ്ലേ റൈറ്റ്സിൽ ഒരാളാണ് നമ്മുടെ സെനക്ക. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഈസ് സ്റ്റിൽ ഇൻസ്പയറിങ് പീപ്പിൾ വേൾഡ് വൈഡ്. ഇനി നമ്മുടെ ഈ സെനക്കയുടെ മീഡിയയെക്കുറിച്ചിട്ടൊരു ഷോർട്ട് പാരഗ്രാഫ് പറയുവാണെങ്കിൽ, സെനക്കയുടെ മെഡിയ എന്ന് പറയുന്നത് ഇസ് എ ട്രാജിക് എക്സ്പ്ലോറേഷൻ ഓഫ് റിവെഞ്ച്, പാഷൻ ആൻഡ് ഡിസ്ട്രക്റ്റീവ് പവർ ഓഫ് അൺചെക്ഡ് ഇമോഷൻ. അതായത് ഒരു ഇമോഷൻ്റെ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് പവർ, അതുപോലെ തന്നെ റിവെഞ്ച്, പാഷൻ, ഇതിൻ്റെയൊക്കെ എക്സ്പ്ലോറേഷനാണ് സെനക്കയുടെ മെഡിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗ്രീക്ക് മിത്തായിട്ടുള്ള മെഡിയ ഫോളോ ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ഒരു പ്ലേയിൽ പറയുന്ന സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു വുമൻ അവരെ ഹസ്ബൻഡായിട്ടുള്ള ജെയ്സൺ അവരെ ബിട്രേ ചെയ്യുന്നു. ആൻഡ് ആ ഒരു ബിട്രയലിന് ശേഷം ഭയങ്കര ടെറിഫിക്കായിട്ടും റൂത്ത്ലെസ് ആയിട്ടുള്ള റിവെഞ്ച് പെർഫോം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ ഈ ഒരു കഥയിൽ പറയുന്നത്. യൂരിപ്പിഡസും ഈ സെയിം ഹെഡിങ്ങിൽ ഈ സെയിം ടൈറ്റിൽ ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ മെഡിയ എന്ന് പറയുന്നത് ഇസ് എ വുമൻ ഹു ഈസ് അവരുടെ മക്കളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ജെയ്സണോടുള്ള ആങ്കറും അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് കാരണമാണ് അവർ ഈ ഒരു ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ബട്ട് സെനക്കയുടെ മെഡിയ വരുമ്പോൾ അവർക്ക് കറക്റ്റ് അവരൊട്ടും ദയാദാക്ഷിണ്യം ഇല്ലാതാണ് അതിൽ പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഒരു ഡാർക്ക് നേച്ചർ അവർക്ക് വരികയാണ്. പിന്നെ അതായത് വെഞ്ചൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഹെസിറ്റേഷനും ഇല്ല. അവർ ചെയ്യുന്നതിൽ അവർ കംപ്ലീറ്റ്ലി ബോധപൂർവം തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പ്ലേയിൽ ഡീൽ ചെയ്യുന്ന തീംസ് എന്ന് പറയുമ്പോൾ ബിട്രയൽ, ജസ്റ്റിസ്, സൂപ്പർ നാച്ചുറൽ പവർ ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് അൺകൺട്രോൾഡ് പാഷൻ. ആൻഡ് ഈ ഒരു റോമൻ ലിറ്ററേച്ചറിലെ ട്രാജഡീസിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻറ്റൻസ് ആൻഡ് സൈക്കോളജിക്കൽ കോംപ്ലക്സ് ട്രാജഡീസിൽ ഒന്നാണ് ഈ ഒരു സെനക്കയുടെ മെഡിയ എന്ന് പറയുന്നത്. ദ പ്ലേ മെഡിയ എന്ന് പറയുന്നത് ഈസ് എ
ഫാബുല ക്രിപ്പിഡാറ്റ. ഫാബുല ക്രിപ്പിഡാറ്റ എന്ന് പറയുമ്പോൾ ഗ്രീക്ക് സബ്ജക്ട്സ് വെച്ച് റോമൻ ട്രാജഡീസ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാബുല ക്രിപ്പിഡാറ്റ. ആൻഡ് ഈ ഒരു മെഡിയ എന്ന് പറയുന്ന വർക്ക് ഈസ് 1027 ലൈൻസ് ഓഫ് വേഴ്സ് ആണ്, റിട്ടൺ ബൈ സെനക്ക ദ യങ്ങർ. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഏർലിയർ പ്ലേസിലെ സ്ട്രോങ്ങസ്റ്റ് ഓഫ് ദി പ്ലേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഈ ഒരു മെഡിയ എന്ന് പറയുന്ന പ്ലേ. ഇത് എഴുതിയിരിക്കുന്നത് അറൗണ്ട് 50 CE ആണ്. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ പ്ലേ ഈസ് അബൌട്ട് ദ വെഞ്ചൻസ് ഓഫ് മെഡിയ എഗെയിൻസ്റ്റ് ഹർ ഹസ്ബൻഡ് ജെയ്സൺ ആൻഡ് കിങ് ക്രിയോൺ. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മെഡിയ, പിന്നെ ക്രിയോൺ, ജെയ്സൺ, പിന്നെ കോറസ്, ക്രിയൂസ, പിന്നെ ജെയ്സൻ്റെ മെഡിയയുടെ 2 പിള്ളേർ. ഇത്രയാണ് ഇതിൽ ക്യാരക്ടേഴ്സായിട്ട് കൂടുതലും വരുന്നത്. ഇനി മെഡിയ എന്ന് പറയുമ്പോൾ ഇസ് ദ ഡോട്ടർ ഓഫ് കിങ് ഈറ്റിസ്. കിങ് ആയിട്ടുള്ള ഈറ്റിസിൻ്റെ മകളാണ് മെഡിയ. ആൻഡ് ഈറ്റിസ് ഇസ് ദ കിങ് ഓഫ് കോൾക്കിസ്. കോൾക്കിസ് എന്ന് പറഞ്ഞ സ്ഥലത്തെ കിങ് ആണ് ഈറ്റിസ്. മെഡിയ ജെയ്സനെ കല്യാണം കഴിക്കുന്നു. ജെയ്സൻ്റെ വൈഫാണ് മെഡിയ. നെക്സ്റ്റ് കോറസ് എന്ന് പറയുന്നത് കോറിന്തിയൻസ് ആണ്, അതായത് കോറിന്തിലെ പീപ്പിളാണ്. ആൻഡ് ക്രിയോൺ എന്ന് പറയുന്നത് ഇസ് ദ കിങ് ഓഫ് കോറിന്ത്. കോറിന്തിലെ കിങ് ആണ് ക്രിയോൺ. അതുപോലെ തന്നെ പ്രിൻസസ് ക്രിയൂസയുടെ ഫാദർ കൂടിയാണ് ക്രിയോൺ. ഈ ഒരു ക്രിയൂസയാണ് ലേറ്റർ ജെയ്സൺ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ജെയ്സൺ എന്ന് പറയുന്നത് എയ്സൻ്റെ സണ്ണാണ്, അതുപോലെ തന്നെ ഹസ്ബൻഡ് ഓഫ് മെഡിയ. ഈ ഒരു അയാൾ കുറച്ചുകൂടെ ഒന്ന് വളരാൻ വേണ്ടിയിട്ട്, പൊളിറ്റിക്സ് കുറച്ചുകൂടെ ഒന്ന് വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രിയൂസയെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ മെഡിയയെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കും. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് മെഡിയയുടെയും ജെയ്സൻ്റെയും 2 മക്കൾ. അവർ മ്യൂട്ട് ക്യാരക്ടേഴ്സാണ്, അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ഇനി ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ മെഡിയ എന്ത് ചെയ്യും, ഈ ഒരു ജെയ്സനുമായിട്ട് പ്രേമത്തിലാവുകയാണ്. ഇവർ ഫസ്റ്റ് കാണുന്നത് ഇവളുടെ ഹോംലാൻഡ് ആയിട്ടുള്ള കോൾക്കിസിൽ ഒരു ഗോൾഡൻ ഫ്ലീസിനെ അന്വേഷിച്ചിട്ട് നമ്മുടെ ജെയ്സൺ വരും. ജെയ്സൺ അവിടെ വന്നിട്ട് ഈ ഗോൾഡൻ ഫ്ലീസ് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഗോൾഡൻ ഫ്ലീസ് ഉള്ളത് നമ്മുടെ കിങ് ഈറ്റിസിൻ്റെ അണ്ടറിലാണുള്ളത്. അപ്പം കിങ് ഈറ്റിസ് ഈ ഒരു ഗോൾഡൻ ഫ്ലീസ് എടുക്കണമെങ്കിൽ 3 ടാസ്കുകൾ ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഫെയറി ബുൾസിനെ, അതായത് കാളപ്പോര് പോലെ അതിനെ തോൽപ്പിക്കണം. പിന്നെ രണ്ടാമത്തേത് ജെയിൻ്റ് ആയിട്ടുള്ള കുറേ ക്രീച്ചേഴ്സ് ഉണ്ട്, അതിനെ തോൽപ്പിക്കണം. പിന്നെ ലാസ്റ്റ് ഉള്ളത് ആ ഒരു ഗോൾഡൻ ഫ്ലീസ് കാക്കുന്ന ഒരു ഗാർഡിയൻ ഡ്രാഗൺ ഉണ്ട്, ആ ഒരു ഡ്രാഗണെയും കൊല്ലണം. ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഗോൾഡൻ ഫ്ലീസ് കൈക്കലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ശ്രമിച്ചവരെല്ലാം തോറ്റുപോയ സമയത്ത് ജെയ്സണിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് മെഡിയ എന്ത് ചെയ്യും, മെഡിയയ്ക്ക് കുറച്ച് സൂപ്പർ നാച്ചുറൽ പവേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ജെയ്സനെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഗോൾഡൻ ഫ്ലീസ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജെയ്സൺ സക്സസ്ഫുൾ ആയി. അപ്പം മെഡിയ ഇത് പോയത് അച്ഛൻ അറിയാനും പാടില്ല, മെഡിയയ്ക്ക് നമ്മുടെ ജെയ്സൻ്റെ കൂടെ പോകാൻ വേണം. ഇതിന് വേണ്ടിയിട്ട് മെഡിയ എന്ത് ചെയ്യും, മെഡിയയുടെ ഓൺ ബ്രദറിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊന്നിട്ട് ഫാദറിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യും. എന്നിട്ട് ഇവരുടെ എസ്കേപ്പ് അപ്പം പറ്റുമല്ലോ, ഒളിച്ചോടി പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇവർ ഇവിടുന്ന് പോകുന്നു. ലേറ്റർ എന്ത് ചെയ്യും, ഇവർ നമ്മുടെ ലോൾക്കസിൽ, ജെയ്സൻ്റെ സ്ഥലമായിട്ടുള്ള ലോൾക്കസിൽ വരികയും പിന്നെ അവിടുന്ന് വീണ്ടും ഇവർക്ക് പോകേണ്ട സാഹചര്യം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ആരാണ്, പീലിയസ് ആണ് അടുത്ത ക്രൗൺ, അതായത് അടുത്ത രാജാവാണ്ട് പീലിയസ് ആണ്. പക്ഷേ പീലിയസ് ഓൾഡ് ഏജ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പീലിയസിൻ്റെ ആ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിയയ്ക്ക് ആഗ്രഹം മെഡിയയ്ക്കും ജെയ്സനും ആഗ്രഹം ജെയ്സന് പവറിൽ വരണം എന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവർ അങ്കിളായിട്ടുള്ള പീലിയസിനെ അങ്ങ് കൊല്ലാന്ന് വിചാരിക്കും. അങ്ങനെ അവർ പറയുന്ന ഒരു കാര്യമാണ് എന്താ, അവർ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് യൂസ് ചെയ്തിട്ട് പീലിയസിനെ ചെറുപ്പക്കാരനാക്കി തരാമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അതുകൊണ്ട് അവരുടെ സ്വന്തം മക്കൾ തന്നെ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് കൂട്ടുവയ്ക്കും. കൊന്നിട്ട് ആ ഒരു ആത്മാവിനെ വീണ്ടും പുനർജനിപ്പിക്കും എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും നടക്കത്തില്ല, മെഡിയ അത് ഫെയിലാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ലാസ്റ്റ് ഇവർ വന്നിട്ട് ജെയ്സനും മെഡിയയും കൂടി ഒരു കോറിന്തിൽ വന്ന് സെറ്റിലാവും. അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് 2 മക്കളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ ഒരു പ്ലോട്ട് സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പവർ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെയ്സൺ കണ്ടുപിടിക്കുന്ന മാർഗമാണ് നമ്മുടെ കിങ് ക്രിയോൻ്റെ മകളായിട്ടുള്ള പ്രിൻസസ് ആയിട്ടുള്ള ക്രിയൂസയെ കല്യാണം കഴിക്കാം.
അതുപോലെ തന്നെ മെഡിയയെ ലീവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മെഡിയ ഈ ഒരു പ്ലേ തുടങ്ങുന്നത് തന്നെ ക്രിയൂസയെയും കിങ് ക്രിയോണിനെയും കേഴ്സ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ കിങ് ക്രിയോണ് മെഡിയയ്ക്ക് ഇവരെ നാട് കടത്താൻ തീരുമാനിക്കുന്നതിന് മുമ്പ് മെഡിയ യാചിക്കുമ്പോൾ അയാൾ ഒരു ദിവസം അനുവദിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ജെയ്സൺ പറഞ്ഞതനുസരിച്ച് ഭയങ്കര സമാധാനത്തിലൊന്നും അല്ല ഇവിടുന്ന് പോകാൻ തീരുമാനിക്കുന്നത്. ഈ അനുവദിച്ച് കിട്ടിയ ഒരു ദിവസം കൊണ്ട് തനിക്ക് എന്തൊക്കെ അവിടെ ചെയ്ത് തീർക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് മെഡിയ പോകാൻ എന്ന് വിചാരിക്കുന്നത്. അതായത് അത്രയും സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ തൻ്റെ പക വീട്ടണം എന്നുള്ളൊരു ഇതുകൊണ്ട് കരഞ്ഞിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരൊരു ദിവസം ചോദിച്ചു വാങ്ങിക്കുന്നു. പിന്നെ പീസ്ഫുള്ളി പോകേണ്ടതിന് പകരം ഒരു പോയ്സണസ് റോബ് ക്രിയൂസയ്ക്ക് വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് കൊടുത്തു വിടുകയാണ്. പോയ്സൺ ചെയ്തൊരു റോബ് എന്ന് പറയുമ്പോൾ വെഡ്ഡിങ് ഗൗണ് പോലുള്ള ഒരെണ്ണം കൊടുത്തു വിടുകയാണ്. അതുപോലെ തന്നെ കോറസ് ഇതിലെന്താണ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ഒരു മെഡിയയുടെ അത്രയും സ്നേഹിച്ച് കല്യാണം കഴിച്ച മെഡിയയും ജെയ്സണും ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരാനുള്ള കാരണം ക്രിയൂസയും ക്രിയോണും ആണെന്ന് ചിന്തിച്ചിട്ടാണ് അവൾ ഇത്രയും വലിയ ഭയങ്കര ഹീനമായ ഒരു പ്രവൃത്തിയിലേക്കൊക്കെ പോകുന്നതെന്ന് കോറസ് ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോറസ് പ്രേ ചെയ്യുന്നുണ്ട് പിന്നെ ഗോഡിനോടൊക്കെ. മെഡിയ ഈ ഒരു പോയിസണസ് ആയിട്ടുള്ള മെഡിയയുടെ കേഴ്സ് കണ്ടൈൻസ്, അതായത് മെഡിയ ഇങ്ങനെ കേഴ്സ് ചെയ്യുന്നതിൽ പോയിസൺസ്, സ്നേക്ക് ബ്ലഡ്, ഹെർബ്സ്, അതുപോലെ തന്നെ അണ്ടർവേൾഡിലുള്ള എല്ലാ ഗോഡ്സിനെയൊക്കെ വിളിച്ചിട്ടാണ് മെഡിയയുടെ വെഞ്ചൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സിലേക്ക് പോകുന്നത്. ആൻഡ് ഈ ഒരു കേഴ്സ്ഡ് റോബ് എന്ന് പറയുമ്പോൾ പോയിസൺഡ് റോബാണ്. ഈ കേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി മെഡിയയ്ക്ക് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട്. സോ അത് വെച്ചിട്ടായിരിക്കും, മേ ബി ഒറിജിനലി പോയിസൺഡ് ആയിരിക്കത്തില്ല, കേഴ്സ്ഡ് ആയിട്ടുള്ള റോബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. സൂപ്പർ നാച്ചുറൽ പവേഴ്സ് യൂസ് ചെയ്തിട്ട് എന്തോ മെഡിയ അതിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തിനെയൊക്കെ പിടിച്ചിട്ടാണ് മെഡിയ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിസൺസ് ഉണ്ട്, സ്നേക്ക് ബ്ലഡ് ഉണ്ട്, ഹെർബ്സ് ഉണ്ട്, അതുപോലെ തന്നെ സകല ദൈവങ്ങൾ അണ്ടർ വേൾഡിലുള്ള എല്ലാത്തിനെയും പിടിച്ചു വെച്ചിട്ടാണ് ഈ ഒരു കേഴ്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കേഴ്സ്ഡ് റോബ് എന്ത് ചെയ്യും, ക്രിയൂസ് എടുത്ത് ഇടുമ്പോഴത്തേക്കും കത്തിപ്പോവും. അങ്ങനെ ഈ ഒരു തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ക്രിയോൺ ഇങ്ങനെ ശ്രമിക്കുന്ന ടൈമിൽ ക്രിയോണിനും തീ പിടിക്കുകയും രണ്ടുപേരും മരിക്കുകയും ചെയ്യും. ആൻഡ് ഈ ഒരു 2 ഡെത്തും മെഡിയയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നു. പക്ഷെ പകരം ചെയ്തത് അവളുടെ പക ഒന്നുകൂടെ കൂട്ടുകയാണ് ചെയ്തത്. അതിനൊരു വെഞ്ച്ഫുൾ സ്പിരിറ്റ് കൂടുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു ജെയ്സൻ്റെ ബിട്രയൽ ആക്ച്വലി നമ്മുടെ മെഡിയയെ ബ്ലൈൻഡ് ആക്കി മാറ്റുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തിട്ടും ജെയ്സനെ പരമാവധി അനുഭവിപ്പിക്കണം. അതായത് ജെയ്സൺ ആ ഒരു മൊമെൻറ്റിനെ കേഴ്സ് ചെയ്യണം. മെഡിയയെ ബിട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ജെയ്സൺ തീരുമാനം എടുത്ത ആ ഒരു മൊമെൻറ്റിനെ ജെയ്സനെ കേഴ്സ് ചെയ്യുന്ന രീതിയിൽ വേണം തൻ്റെ വെഞ്ചൻസ് എന്നാണ് മെഡിയ വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്രയും ഇതെടുത്തിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കൊല്ലാൻ വേണ്ടിയിട്ട് മെഡിയ തീരുമാനിക്കുന്നു. ആൻഡ് ഷീ സാക്രിഫൈസസ് ഹെർ ചിൽഡ്രൻ ഫ്രം ദ റൂഫ് ഓഫ് ഹെർ ഹൗസ് ഇൻ ഓർഡർ ടു ഹേർട്ട് ജെയ്സനെ ദേഷ്യം പിടിപ്പിക്കുക അല്ലെങ്കിൽ ജെയ്സനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആ ഒരു റൂഫ് ടോപ്പിൽ നിന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് താഴേക്ക് ഇട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കുട്ടിയുടെ ബോഡീസ് താഴേക്ക് ത്രോൺ ചെയ്ത് കഴിഞ്ഞിട്ട് മെഡിയ ഒരു ഡ്രാഗൺ ചാരിയറ്റിൽ എസ്കേപ്പായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്സൺ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതായിട്ടാണ് അവർ പോയി കഴിഞ്ഞിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇനി ഹെവനിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ദൈവങ്ങളില്ല എന്നുള്ളത് നീ ഉറപ്പ് വരുത്തണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തിട്ടാണല്ലോ പോകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മീഡിയ എന്ന് പറഞ്ഞ സെയിം ടൈറ്റിലിൽ ഒരു വർക്ക് നമ്മുടെ യൂരിപ്പിഡസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ യൂരിപ്പിഡസിൻ്റെയും സെനക്കയുടെയും ഈ ഒരു മീഡിയ എന്ന് പറയുന്ന വർക്ക്സ് കമ്പയർ ചെയ്യുമ്പോൾ സെനക്കയുടെ വർക്ക് കൂടുതലും കുറച്ചുകൂടി നമ്മുടെ മീഡിയയെ കുറച്ച് അറഗൻ്റായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത് സെനക്കയുടെ പ്ലേക്കകത്ത്.
സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ആ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നത് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ പക്ഷേ യൂരിപ്പിഡസിൻ്റെ മെഡിയയിലേക്ക് വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജെയ്സനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ജെയ്സൻ്റെ പുറത്താണ് സകല കുറ്റവും. സ്വന്തമായിട്ടൊരു ഗിൽറ്റോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷേ സെനക്കയുടെ ഇതിലേക്ക് പറയുമ്പോൾ അവരെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലൊക്കെ. അപ്പോൾ ഇനി ഇതിൽ വരുന്ന തീംസ് എന്ന് പറയുന്നത് റിവെഞ്ച്, ഫെയ്റ്റ് വേഴ്സസ് ഫ്രീ വില്ല്, റോൾ ഓഫ് സൂപ്പർ നാച്ചുറൽ പവർ. അതായത് റിവെഞ്ച് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ജെയ്സനോടുള്ള റിവെഞ്ച് കാരണമാണ് മീഡിയ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. അവർക്ക് ജസ്റ്റ് ഒന്ന് ജെയ്സനെ ഹേർട്ട് ചെയ്യുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. അതായത് അവൻ സ്നേഹിക്കുന്ന എല്ലാത്തിനെയും നശിപ്പിക്കണം എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ആ ഒരു റിവെഞ്ച് എന്തിലേക്ക് ആദ്യം ക്രിയൂസ, പിന്നെ ക്രിയോൺ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നീട് റോൾ ഓഫ് സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഒരുപാട് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഈ ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ യൂസ് ചെയ്തിട്ട്, അതായത് ആ ഒരു റോബ് കേഴ്സ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ ജെയ്സനെ ആ ഒരു ഗോൾഡൻ ഫ്ലീസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു നമ്മുടെ മീഡിയ എന്ന് പറയുന്നത് ജസ്റ്റ് നോട്ട് ആൻ ഓർഡിനറി വുമൻ. അവരൊരു പവർഫുള്ളായിട്ടൊരു സോഴ്സറസ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഡാർക്ക് ഫോഴ്സസിനെയൊക്കെ യൂസ് ചെയ്ത് അവരുടെ ഹെൽപ്പിന് വേണ്ടി ഡാർക്ക് ഫോഴ്സസിനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഴ്സറസ് ആയിട്ടാണ് നമ്മുടെ മീഡിയ ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ പിന്നീട് നോക്കേണ്ടത് ഈ ഒരു മീഡിയയുടെ ക്യാരക്ടറിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഡെപ്ത്ത്. അതായത് മീഡിയയുടെ ക്യാരക്ടർ സെനക്ക കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരുപാട് സൈക്കോളജിക്കലി ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മീഡിയ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പ്ലേയുടെ ഒരുപാട് പോർഷനും മീഡിയയുടെ മോണോലോഗ്സാണ്. അതിൽ അവരവരുടെ പെയിന്, ആങ്കർ, അതുപോലെ തന്നെ ഈ ഒരു റിവെഞ്ച് ചെയ്യാനുള്ള ഡിസയർ, ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സ്പീച്ചസൊക്കെ നോക്കുവാണെങ്കിൽ മീഡിയയുടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സിനെ പറ്റിയിട്ടാണ് ആ ഒരു മോണോലോഗ്സിൽ അല്ലെങ്കിൽ ആ സ്പീച്ചസിലൊക്കെ തന്നെ പറയുന്നത്. ആൻഡ് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ബോധപൂർവമാണ് അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അതായത് അവർ ആ റിവെഞ്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. അവർക്കറിയാം അവരെന്താണ് ചെയ്തു വെക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രീക്ക് ട്രാജഡീസിലൊക്കെ ഇപ്പം ഗോഡ്സ്, അതായത് ഫെയ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കാര്യം ഗോഡ് ഒരു ഫെയ്റ്റ് ഉണ്ടാക്കും, അതനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ സെനക്കയുടെ മെഡിയയിലേക്ക് വരുമ്പോൾ കൂടുതലും ഹ്യൂമൻ ഇമോഷൻസ് ആണ് ഈ ഒരു പ്ലേയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അവർ കറക്റ്റ് ആ ഒരു ബോധത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരിക്കലും അവർ വേറെ ഒന്നിനെയോ, അതിപ്പോൾ യൂരിപ്പിഡസിൻ്റെ മീഡിയ പോലെ വേറെ ഒന്നിനെയും ബ്ലെയിം ചെയ്യുന്നില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ. പിന്നീട് വരുന്നത് ഈ ഒരു മീഡിയയുടെ ക്യാരക്ടറിൻ്റെ ഇപ്പോഴും നമ്മളെ ഉള്ളൊരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മീഡിയ എന്ന് പറയുന്ന ക്യാരക്ടർ ഈസ് ആക്ച്വലി ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസിന് എത്രത്തോളം വേഴ്സ് ആവാൻ പറ്റും, അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷൻ അയാളെ എത്രത്തോളം തകർക്കും എന്നുള്ളതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് നമ്മുടെ മീഡിയ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജെയ്സനോടുള്ള പാഷൻ, അല്ലെങ്കിൽ ആ ഒരു ലവിൻ്റെ പുറത്ത് അവർ വെച്ചിരുന്ന ആ ഒരു വിശ്വാസം തകർന്നപ്പോൾ അവർ എത്രത്തോളം പക വീട്ടാനുള്ളൊരു ടെൻഡൻസിയിലേക്ക് പോയി. അതൊരു അവരുടെ ലൈഫിനെ മൊത്തത്തിൽ ഹസ്ബൻഡ് ഓൾറെഡി പോവും, അതുപോലെ മക്കളെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിലേക്കൊക്കെ ഇവരെ എങ്ങനെ നയിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരാളുടെ പുറത്തുള്ള പാഷൻ അല്ലെങ്കിൽ ഇഷ്ടമൊക്കെ എങ്ങനെയാണ് ഒരു വെഞ്ചൻസിലേക്ക് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഷിഫ്റ്റ് നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സെനക്കയുടെ പ്ലേയിൽ മീഡിയ എന്ന് പറയുന്നത് സ്ട്രഗ്ലിങ് മദറല്ല. മക്കളെ കൊല്ലുന്നതിൽ അവർക്ക് വലിയ സ്ട്രഗിളൊന്നുമില്ല, അവർക്കറിയാം അവരുടെ ആക്ഷൻസ് എന്താണെന്നുള്ളത്. പക്ഷേ യൂരിപ്പിഡസിൻ്റെ മീഡിയ എടുക്കുമ്പോൾ അതിൽ മീഡിയ ആക്ച്വലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു മദർലി അഫെക്ഷനും അതുപോലെ തന്നെ വെഞ്ചൻസിൻ്റെ ഇടയ്ക്ക് മീഡിയ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്ലേയുടെ ലേറ്റർ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല റിനൈസൻസ് അല്ലെങ്കിൽ മോഡേൺ പ്ലേ റൈറ്റ്സ് ഒക്കെ തന്നെ ഈ ഒരു
എക്സ്ട്രീം ആയിട്ടുള്ള സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഒരു മെഡിയ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെച്ച് നമുക്ക് വരുന്നത്. മെഡിയെ പോലുള്ള ക്യാരക്ടേഴ്സ് പിന്നെ വരാൻ തുടങ്ങി. പിന്നെ മോഡേൺ പ്ലേ റൈറ്റ്സ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങി. അതുപോലെ തന്നെ പിന്നെന്തുവാ, മെഡിയ എന്ന് പറയുന്നത് ഇസ് നോട്ട് ജസ്റ്റ് എ സ്റ്റോറി ഓഫ് റിവെഞ്ച്. ഒരു റിവെഞ്ചിൻ്റെ മാത്രം സ്റ്റോറി അല്ല. പക്ഷേ എന്താണ്, ഈ ഒരു ഹ്യൂമൻ ഇമോഷൻസ്, അതായത് ഹ്യൂമൻ ഒബ്സഷന്, പവർ, ഇതിൻ്റെയൊക്കെ ഒരു കോൺസിക്വൻസസ്, ഇതൊക്കെ നമുക്ക് മെഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലേയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് മെഡിയയിൽ വരുന്നത്. അതുപോലെ തന്നെ വരുന്ന തീംസ് എന്ന് പറയുന്നത് റിവെഞ്ച്, ഫെയ്റ്റ് വേഴ്സസ് ഫ്രീ വില്ല്, റോൾ ഓഫ് സൂപ്പർ നാച്ചുറൽ പവർ. വേണമെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഇതിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഇതായിരിക്കും, മെഡിയ ആസ് എ റിവെഞ്ച് ട്രാജഡി, അങ്ങനെ ചോദിക്കാൻ പറ്റും. സെനക്കയുടെ റിവെഞ്ച് ട്രാജഡികൾ, സെനക്കൻ ട്രാജഡീസൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ അറിയാമല്ലോ, റിവെഞ്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ മെഡിയയുടെ ക്യാരക്ടർ അനാലിസിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്.